വാട്ടർലൂ ഇന്റർനാഷണൽ ഫിലിംസിന്റെ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും നമുക്ക് അവനും കൂടി വന്നു കഴിഞ്ഞിട്ട് അവനെ വിഷുവിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കായിരുന്നു. അവനും കൂടി തേടിയ വള്ളി കാലി ചുറ്റി. താൻ കൊള്ളാടോ, താൻ ടൈമിങ് ആട്ടോ. ഈ അടുത്ത കാലത്തൊക്കെ ചാവൂല. നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിഷുവിനെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. കാരണം എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. എന്തായാലും പോയി 2 ദിവസം ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം. നമുക്ക് മൂന്നാർ അപ്പുറം ഒരു സ്ഥലം ഉണ്ട്, അവിടെ പോയാലോ? മൂന്നാറ് എല്ലാരും പോകുന്ന സ്ഥലങ്ങളാണ്. പിന്നെ എവിടെ പോവാ? വേറെ അതിലിത്തിരി മോശമായിട്ട് പോകാനാ? മൂന്നാർന്ന് വെച്ചാൽ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം പറഞ്ഞത്. നല്ല അതിന്റെ ഒരു ഇതുണ്ടാവും. ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് നല്ല തണുപ്പുള്ള സ്ഥലത്തന്നെ പോകും. അടിച്ചടിച്ച് നിക്കാം. നമുക്ക് ദൂരെ പോവണ്ടെന്നുള്ള എന്റെ അഭിപ്രായം. ഒത്തിരി ദൂരെ വാഹനം ഓടിച്ച് പോകുന്നതിലും നല്ലത്. പോയിട്ടുണ്ടല്ലോ എവിടെയെങ്കിലൊക്കെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങുക. മൂന്നാർന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പോണ സ്ഥലങ്ങളല്ലേ. വെള്ളത്തിൽ മുങ്ങി കിടക്കുക. കൊടൈക്കനാലൊക്കെ എപ്പോഴും പോണ സ്ഥലം. ആ വെള്ളത്തിൽ കൊണ്ടുവന്ന് ആ കുപ്പിയിൽ കൊണ്ട് താനാട് വെക്കുക, ഒഴിക്കുക, അടിക്കുക. നല്ല രസം. ഞാനേ പറഞ്ഞുതരാം. ഒരു സ്ഥലമുണ്ട് നമ്മുടെ തലയോലപ്പറമ്പ് വടയാറ് കോരിക്കലെന്ന് പറയും. ഒരു ഷാപ്പുണ്ട്. നല്ല അടിപൊളി തലക്കറി, മീന്, വരാല്, കാരി, എല്ലാ സാധനം അടിപൊളി. കൂജ കള്ളാണ്. ആ ഒരു കൂജയ്ക്കകത്ത് 5 ലിറ്റർ കള്ളുണ്ട്. അത് വിഷുവിന് അവിടെ എല്ലാ ഫംഗ്ഷൻ എന്താവശ്യം ഓണത്തിനൊക്കെ ഉണ്ടല്ല, ഒരു മുടക്കൊന്നുമില്ല അവിടെ. ഇവിടെ നല്ല സുന്ദരൻ ചെത്ത് കള്ള്. താനൊന്ന് കുടിച്ചു നോക്കും. പോയാലോ നമുക്ക്? പക്ഷേ അടുത്ത് പോണേക്കാട്ടി നല്ലത് ഇത്തിരി ദൂരെ പോണേ നല്ലത്. അത് നമുക്ക് കറങ്ങാൻ പോയി. ഇത് നമുക്ക് സെലിബ്രേഷൻ വിഷുവിന്റെ അന്ന് പേര് പോയി ചെറുതായിട്ട് കിട്ടി കഴിയുമ്പോഴത്തേനും ഇത് പോയി കഴിഞ്ഞാൽ തീർന്നില്ലായിരുന്നു. അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതാവുമല്ലോ. നമുക്ക് പോണെങ്കിൽ ഇത്തിരി ദൂരെ പോകാം. അത് ശരിയാണ്. കള്ള് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നെങ്ങും പോക്കൊന്നും നടക്കൊന്നുമില്ല. അടിച്ച് ഓഫാബിയാവും. പോണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവറെ വെക്കേണ്ടി വരും. അതാണ് പ്രശ്നം. ഡ്രൈവറുടെ കാശ് വേറെ പോകും. ആ കാശിന് 2 കുപ്പി വേറെ മേടിച്ചു കുടിക്കാം. ദൂരെയാണെങ്കിൽ നമുക്ക് അവിടെ രാത്രി ചെല്ലുമ്പോഴത്തേനും അല്ലെങ്കിൽ പിന്നെ ഒരു പണി ചെയ്യണം. രാവിലെ ഇവിടെ നിന്ന് പോയി വൈകിട്ട് പോയിട്ട് ഹോൾട്ട് ചെയ്ത് അവിടെ ഒന്ന് കറങ്ങി, പിറ്റേ ദിവസം ഒന്ന് കറങ്ങി വൈകിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരാം. പക്ഷെ എന്തായാലും കാർ ഓടിക്കാൻ ആള് വേണം. എനിക്ക് പറ്റില്ല. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമായിട്ട് സ്മോൾ അടിച്ച് ഓടിച്ചപ്പോ ഭയങ്കര പ്രശ്നമല്ലേ. എന്ത് പിടുത്തമാണ് ഇപ്പൊ? ഭയങ്കര പിടുത്തമല്ലേ, നടക്കൂല. വണ്ടി ഓടിക്കാൻ ആള് വേറെ ഉണ്ട്. അതൊക്കെ തന്നെ ഇത് മാറിക്കൊള്ളത്. ആരെങ്കിലും കൊണ്ടുപോവാന്നേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അടിക്കാത്ത ആരെങ്കിലും ഉണ്ടാവും നോക്ക്. ചിലപ്പോ 4 പേര് കള്ളുടിക്കാത്ത ഒരാളെ ഇവിടെ കിട്ടാൻ. അതല്ലേ, അത് ശരിയാണ്. പെണ്ണുങ്ങളടക്കം കയറി കുടിക്കും. പിന്നെ ആണുങ്ങളുടെ പറഞ്ഞ പോലെ പെണ്ണുങ്ങളാരും അറിയണ്ടേ കാര്യം. നമ്മള് മാത്രം പോകുന്നു. പെണ്ണുങ്ങൾ ഒതുക്കത്തിൽ അടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുമോ? നമുക്ക് ഇവിടെ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വൈകിട്ടാകുമ്പോൾ അവിടെ ചെല്ലും. അവിടെ സ്റ്റേ ചെയ്ത് അവിടെ നമ്മൾ ഇത് കഴിഞ്ഞ് ഉറങ്ങി രാവിലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു വൈകിട്ടാകുമ്പോൾ തിരിച്ചു പോകുന്നത് മതി. താൻ പറഞ്ഞ സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ മൂന്നാറ്, ആതിരപ്പള്ളി ഒക്കെ നടക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് രാവിലെ പോയി വൈകുന്നേരം ആകുമ്പോൾ അവിടെ ചെല്ലും. മടിയും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ പോരുക. അല്ലാണ്ട് ഇത് എവിടെ പോണാ?